ഇനി തണുത്തത് എന്തെങ്കിലും കുടിക്കണമെങ്കിൽ ഫ്രിഡ്ജിന്റെയോ ഫ്രീസറിന്റെയോ അടുത്തേക്ക് ഓടണ്ട. കാരണം പുതിയ സ്വയം തണുപ്പിക്കുന്ന കൂൾ ഡ്രിങ്ക് ക്യാനുകൾ എത്തിയിരിക്കുന്നു. ചാർജ് ചെയ്യുകയും വേണ്ട, വൈദ്യുതിയും വേണ്ട. ക്യാനിലെ സ്വിച്ച് ഒന്ന് അമർത്തിയാൽ മതി. 2 മിനിറ്റിനുള്ളിൽ ഐസ് ഇട്ട പോലത്തെ തണുത്ത ഡ്രിങ്ക്സ് തയ്യാർ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സാധാരണ കൂൾ ഡ്രിങ്ക്സ് ക്യാനുകളെ പോലെ അതിനുള്ളിൽ സോഫ്റ്റോ ഹോട്ടോ എന്തുമാകട്ടെ ഫ്രിഡ്ജിന്റെയോ ഫ്രീസറിന്റെയോ സഹായമില്ലാതെ ആസ്വദിക്കാം. ഇനിയിപ്പോൾ നമ്മൾ യാത്രയിലായാലും ശരി. എന്താ സംഗതി, കൊള്ളാമല്ലേ? ബ്രിട്ടനിലെ വെയിൽസിലുള്ള സംരംഭകനായ ജെയിംസ് വൈസ് ആണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. വെറും 31 വയസ്സ് മാത്രമുള്ള അദ്ദേഹത്തിന്റെ കമ്പനിയായ ഡെൽറ്റ എച്ച് ഇന്നവേഷൻസ് ആണ് ഇത്തരം കൂൾ ക്യാനുകൾ നിർമ്മിക്കുന്നത്. ഇതിനോടകം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പാനീയ നിർമ്മാതാക്കളിൽ നിന്ന് അദ്ദേഹത്തിന് ക്ഷണം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്യാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഈ ക്യാൻ കാണാൻ സാധാരണ കൂൾ ഡ്രിങ്ക് ക്യാനുകളെ പോലെയാണെങ്കിലും ഇതിനുള്ളിൽ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത കൂളിംഗ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് രാസവസ്തുക്കൾ ഉപയോഗിച്ച്. എന്നാൽ രാസവസ്തുക്കൾ എന്ന് കേട്ട് ഞെട്ടണ്ട. ഈ സാങ്കേതിക വിദ്യ തികച്ചും ആരോഗ്യത്തിന് ദോഷം ചെയ്യാത്തതും പരിസ്ഥിതി സൗഹാർദ്ദവുമാണ്. ഇനി ഈ ക്യാനിനെ കുറിച്ച് പറയാം. ഈ ക്യാനിനടിയിലെ ഒരു ബട്ടൺ അമർത്തിയാൽ 2 മിനിറ്റ് കൊണ്ട് അതിലുള്ളിലുള്ള പാനീയം ഏകദേശം 4 ഡിഗ്രി സെൽഷ്യസ് വരെ തണുക്കും. അതായത് 39 ഫാരൻഹീറ്റ്. വൈദ്യുതിയുടെ ആവശ്യമേ ഇല്ല. ഈ ക്യാൻ ആവർത്തിച്ചുള്ള ഉപയോഗത്തിന് അനുയോജ്യവുമാണ്. ഒരിക്കൽ വാങ്ങിയാൽ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. Simply turn the can upside down and then push the button down briefly. Give it a little stir and then you'll see the magic happen. So the moment of truth. Let's open the can, see how cold it is. Cheers. That is properly cold. That is a cold drink. I mean, it's not ice cold, but it is definitely feels like it's been chilled, and I'd be very happy to drink it, especially on a hot day. Salute. എന്നാൽ ഇത്തരം ക്യാനുകൾ വിപണിയിൽ ഇറങ്ങുന്നതോടെ അടികിട്ടാൻ പോകുന്നത് റെഫ്രിജറേറ്റർ കമ്പനികൾക്കാണ്. വൈസിന്റെ കമ്പനി ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം ട്രെന്റ് യൂണിവേഴ്സിറ്റിയിൽ 100-ൽ പരം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിപണി ഗവേഷണവും നടത്തിയിരുന്നു. 100 വിദ്യാർത്ഥികളിൽ 81 പേരും ഇത്തരം ക്യാനുകൾ ഉപയോഗിച്ച് ഇതിനോട് താല്പര്യം കാണിക്കുകയും വിപണിയിൽ ഇറങ്ങിയാൽ ഉടനെ വാങ്ങുമെന്ന് പറയുകയും ചെയ്തു. ഇനി പാനീയ വ്യവസായത്തിൽ ഇത് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഉപഭോക്താക്കളുടെ സൗകര്യം തന്നെ. ഇനി വ്യാപാരികളെ സംബന്ധിച്ചാണെങ്കിലോ, അതിപ്പോൾ ചില്ലറ കച്ചവടക്കാരാണെങ്കിലോ സൂപ്പർ മാർക്കറ്റുകളായാൽ പോലും റെഫ്രിജറേഷന് വേണ്ടി വരുന്ന വൈദ്യുതിയുടെ ചിലവ് വലിയൊരു പരിധിവരെ ലാഭിക്കാം. വൈസിന്റെ ഡെൽറ്റ എച്ച് ഇന്നവേഷൻസ് ഈ സാങ്കേതിക വിദ്യ പൗച്ചുകളിലും കാർട്ടനുകളിലും കുപ്പികളിലും പരീക്ഷിച്ചു വരികയാണ്. ഇത് വിജയകരമായാൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇനി റെഫ്രിജറേറ്ററുകളെ വെച്ച് താരതമ്യം ചെയ്താൽ റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന വാതകങ്ങളോ പ്ലാസ്റ്റിക്കോ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് ഭാവിയുടെ സാങ്കേതിക വിദ്യയാണ് എന്ന് പറയാം. വൈസും അദ്ദേഹത്തിന്റെ കമ്പനിയും നിലവിൽ ആഗോള ശീതളപാനീയ കമ്പനികളുമായും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി ചർച്ചകൾ നടത്തി വരികയാണ്. കൂടാതെ ഈ സാങ്കേതിക വിദ്യയ്ക്ക് പാറ്റന്റ് എടുക്കാനുള്ള നടപടികളും മുന്നോട്ട് പോകുന്നു. അവസാനമായി നമുക്ക് എല്ലാവർക്കും അധികം വൈകാതെ ഓൺ ഡിമാൻഡ് ചില്ലിംഗ് ക്യാനുകളുമായി ഏത് വെയിലത്തും ചൂടത്തും ഇനി ചില്ലായി നടക്കാം.